മുഖ്യമന്ത്രിയെ കണ്ട് ജീവനൊടുക്കിയ സ്വകാര്യ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കുടുംബം മകന് നീതി ലഭ്യമാക്കണമെന്ന ആവശ്യവുമായാണ് മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. മകന് ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് നിതിൻ രാജിന്റെ അമ്മ ലത മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിക്കരഞ്ഞു. നീതി കിട്ടിയില്ല, എന്റെ മോനെ നീതി കിട്ടിയേ പറ്റുള്ളൂ. ഇന്ന് 95 ദിവസമായി എന്റെ മോൻ പോയിട്ട്. എന്റെ പൊന്നു മോനെ നീതി കിട്ടിയില്ല, കിട്ടിയേ പറ്റൂ. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനും അവന്റെ അച്ഛനും അവന്റെ കൂടെ പോവും. എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്ന് നിതിൻ രാജിന്റെ അച്ഛൻ രാജൻ പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം 95 ദിവസമായിട്ടും അന്വേഷണത്തിന് പുരോഗതിയില്ല. കണ്ണൂരിൽ നിന്ന് ഈ കേസ് അന്വേഷണം അട്ടിമറിച്ചുകൊണ്ടാണ് അവർ തുടങ്ങിയത്. കമ്മീഷണറുടെ ACPയുടെയൊക്കെ നേതൃത്വത്തിൽ അന്വേഷണം അതിക്രൂരമായി തന്നെ അട്ടിമറിച്ചു. ദേവൻ MP ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ദേവൻ, നിതിൻ മരിച്ചിട്ട് 3 മാസം പിന്നിടുമ്പോഴും ഈ കേസിലെ മുഖ്യപ്രതി ആയ ഡോക്ടർ റാമിന് ഇതുവരെ പിടികൂടാനായിട്ടില്ല. റാം ഇപ്പോഴും ഒളിവിലാണ്. ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീരിന് ആര് സമാധാനം പറയും? ഇപ്പോൾ മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം അവർ പ്രതികരിക്കുകയുണ്ടായി. ഇപ്പോഴും നീതി ലഭ്യമാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആ കുടുംബം. ദേവൻ, തീർച്ചയായും അരുണ്യ, വലിയ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള നിതിൻ രാജിൻ്റെ മരണമെന്ന് പറയുന്നത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു നിതിൻ രാജ്. ഈ പറയുന്ന പോലെ തന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വലിയ മാനസിക പീഡനമാണ് നിതിൻ രാജ് ജീവൻ ഒടുക്കുന്നതിന് കാരണമായതെന്നുള്ള കാര്യം അന്ന് തന്നെ ഈ ബന്ധുക്കളെല്ലാം തന്നെ ആരോപിക്കപ്പെടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കോളേജിൻ്റെ പ്രധാന അധ്യാപകൻ കൂടിയായിട്ടുള്ള, അല്ലെങ്കിൽ പ്രധാന അധ്യാപകനല്ല, അദ്ദേഹം വകുപ്പ് മേധാവിയായിട്ടുള്ള ഡോക്ടർ റാം എന്ന് പറയുന്ന ആളുടെ ആ അധ്യാപകൻ്റെ പീഡനത്തിലാണ് നിതിൻ രാജ് വളരെയധികം മനോവിഷമം ഉണ്ടായെന്നുള്ള കാര്യമെല്ലാം തന്നെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിതിൻ രാജിനെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ റാമിനെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 90 ദിവസം പിന്നിടുമ്പോഴും ഇതുവരെയും ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ വലിയൊരു വിഷമത്തിൽ തന്നെയാണ് നിതിൻ രാജിൻ്റെ കുടുംബം എന്ന് പറയുന്നത്. മകൻ ഇതുവരെയും നീതി ലഭിച്ചില്ല എന്നാണ് നിതിൻ രാജിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത്. ഈ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോഴും ഇപ്പോഴും അന്ന് ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ നിതിൻ രാജിൻ്റെ വീട്ടിൽ രക്ഷിതാക്കളെല്ലാം കണ്ടപ്പോഴുണ്ടായിരുന്ന അതേ വികാരത്തിൽ തന്നെയാണ് അമ്മ ഇപ്പോഴും. ആ കരച്ചിൽ ഇപ്പോഴും അമ്മയുടെ കണ്ണുകളിൽ നിന്ന് മാറിയിട്ടില്ല. ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോഴും അവർ വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. തൻ്റെ മകന് ഇതുവരെയും നീതി ലഭിച്ചില്ല എന്ന് ആ അമ്മ പറയുന്നു. ഒപ്പം തന്നെ നിതിൻ രാജിൻ്റെ അച്ഛൻ രാജൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഈ കേസ് അന്വേഷണം ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ആ മുറിയുമായി നിതിൻ രാജ് ഈ പറയുന്ന പോലെ തന്നെ അധിക്ഷേപം നേരിട്ട മുറിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പ്രതി ചേർക്കണമെന്നും അവരുടെ എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തണമെന്നും അവരെല്ലാം തന്നെ പ്രതികളാക്കണമെന്നുള്ള കാര്യമെന്നെല്ലാം ഈ കുടുംബം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. നിലവിലേതായാലും മുഖ്യമന്ത്രിയെ ഈ കുടുംബം നേരിട്ട് കണ്ട് അവരുടെ ആശങ്കകൾ എന്തായാലും മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നാണ് നിതിൻ രാജിന്റെ അച്ഛനും അമ്മയും പറയുന്നത്. മകന് നീതി ലഭ്യമാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ദേവൻ MP ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.